السلام عليكم يا جماعة المعلمين والمعلمات، كيف حالكم وش أخباركم؟ عساكم طيبين. مرحبا بكم إلى دار العربية. നിങ്ങൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കുറേ സീരിയസ് ആയിട്ട് നിങ്ങൾ ക്ലാസ് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും, അല്ലെങ്കിൽ ബോർഡിൽ എന്തെങ്കിലും എഴുതിക്കൊണ്ടിരിക്കുകയായിരിക്കാം. ആ സമയത്ത് സ്വാഭാവികമായും ചിലപ്പോൾ ഒന്നോ രണ്ടോ കുട്ടികൾ അവരുടേതായ എന്തെങ്കിലും ഒരു കാര്യത്തിൽ വ്യാപൃതരായിരിക്കും. ചിലപ്പോൾ കാണാം അവരുടെ കയ്യിൽ പേന ഉണ്ടെങ്കിൽ ആ പേന പിന്നെ ഉപയോഗിച്ച് പേന കൊണ്ട് എന്തെങ്കിലും എഴുതുകയോ അല്ലെങ്കിൽ പേന കൊണ്ട് ചുമ്മാ ഒന്ന് എന്തെങ്കിലുമൊക്കെ കളിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ ആ സമയത്ത് നമ്മൾ പറയും, ആ പേന ഒന്ന് താഴെ വെക്ക്, എന്നിട്ട് ഇവിടെ ശ്രദ്ധിക്കുക എന്ന് പറയാറുണ്ട്. ഇത് എങ്ങനെയാണ് നമുക്ക് സ്പോക്കൺ അറബിക്കിൽ പറയാം? ക്ലാസ് റൂമിൽ അറബി പഠിപ്പിക്കുന്ന സമയത്ത് ലിറ്ററൽ അറബി ആയിരിക്കും നമ്മൾ പഠിപ്പിക്കുക. ആ സമയത്ത് സ്പോക്കൺ അറബി കൂടെ അതിൽ ബ്ലെൻഡ് ചെയ്ത് നിങ്ങൾ പഠിപ്പിക്കുകയാണെങ്കിൽ ആ ഒരു ക്ലാസ് ഒന്നുകൂടി ഇൻട്രസ്റ്റഡ് ആവും. അപ്പോൾ ആ പേന ഒന്ന് താഴെ വെക്ക് എന്ന് കുട്ടിയോട് പറയണം. എങ്ങനെയാണത് സ്പോക്കൺ അറബിക്കിൽ പറയാം? ഹുത്വൽ ഗലം അല ത്വാവില, ഹുത്വൽ ഗലം അല ത്വാവില. നമ്മൾ കലം എന്നാണ് പേനയ്ക്ക് അറബിയിൽ പറയാം. പക്ഷേ സ്പോക്കണിൽ ഖാഫ് എന്ന ലെറ്ററിന് ഗ എന്നുള്ളൊരു സൗണ്ടാണ് അറബികൾ കൊടുക്കുക. അപ്പോൾ ഹുത്വൽ ഗലം അല ത്വാവില എന്ന് പറയാം. ഇനി കുട്ടികളോട് കുറച്ചുകൂടി ഒരു പൊളൈറ്റായിട്ട് പറയുന്നതായിരിക്കും നല്ലത്. അങ്ങനെ പൊളൈറ്റായിട്ട് പറയാൻ വേണ്ടി നമുക്ക് ബില്ലാഹി എന്നുകൂടി അതിൽ ചേർക്കാം. ബില്ലാഹി ഹുത്വൽ ഗലം അല ത്വാവില, ആ പേനയൊന്ന് താഴെ വെക്ക്, എന്നിട്ട് ഇവിടെ ശ്രദ്ധിക്കുക എന്നാണ് അതിൻ്റെ ഉദ്ദേശം. ബില്ലാഹി ഹുത്വൽ ഗലം അല ത്വാവില.